ഹലോ, പച്ചയായ മനുഷ്യൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് ഈ ഒരു 3 ഐറ്റം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതറിയാത്തവരായിട്ടുള്ളവർക്കും ഈ കാരമൽ പുഡിങ് ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടത് 1 കപ്പ് പഞ്ചസാര അടി കട്ടിയായിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ കാരമൽ ചെയ്തെടുക്കണം. അത് നമ്മൾ പഞ്ചസാര ഇട്ട പാടന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ അലിഞ്ഞൊരു ചെറിയ കളറാകുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കളർ മാറിയെന്ന് തുടങ്ങിയാൽ അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇളക്കിയിട്ട് ഈ ഒരു രൂപത്തിലാകുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇടാം. പിന്നെ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കാരമൽ കട്ടിയായി പോവും. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതവിടെ നിൽക്കട്ടെ. പിന്നെ ആ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ 1 കപ്പ് പാൽ, അതായത് 500 ഗ്രാം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ പാൽ തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. അത് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാര മധുരമൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് കേട്ടോ. ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ. ആ 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളക്കണ വരെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. പാല് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ഈ ഒരു രൂപത്തിലാകുമ്പോൾ നമുക്ക് ഒരു 4 സ്പൂൺ റവ, വെറും 4 സ്പൂൺ മതി 500 ഗ്രാം പാലിലേക്ക് ഇട്ടാൽ. 4 സ്പൂൺ റവ ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് കുറുകി ഒരു ചെറിയ കട്ടിയാകണ വരേക്കും ഇതുപോലെ ഇളക്കി കൊടുക്കുക. ചെറിയ രീതിയിലൊന്ന് കട്ടിയാവണം കേട്ടോ. നമ്മൾ ഈ കുറുക്ക് പോലൊക്കെ ആവില്ലേ, ആ ഒരു രീതിയിൽ കട്ടിയായിട്ട് അടി പിടിക്കാതെ നമ്മൾ റവ ഇട്ട പാടനെ നല്ലോണം ഇളക്കി കൊടുക്കണം. ഈ ഒരു കട്ടിയിൽ ആവണ വരേക്കും നമ്മളൊന്ന് ഇളക്കി മാറ്റി വെച്ചൊക്കെ ഒന്ന് ചൂടാറണം കേട്ടോ. നേരെ ആവണത് വരേക്കൊന്ന് മാറ്റി വെക്കണം. എന്നിട്ട് 2 മുട്ട നമ്മൾ ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. നല്ലോണം അടിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു മുട്ടൻ്റെ മണം സ്മെല്ലൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു തുള്ളി വാനില ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് ഒന്ന് പതഞ്ഞ് പൊന്തണ വരേക്കും നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് പതഞ്ഞ് വരണം. ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ തണുക്കാൻ മാറ്റി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റവൻ്റെ, അത് കുറുകി വന്നിട്ടുണ്ടാവും. അത് ഇതിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ നമ്മൾക്ക് ആ മുട്ട കലങ്ങി കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ച കാരമൽ പാത്രം ഇല്ലേ, അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഒരു പാത്രം ഒരു വലിയ ചെമ്പട്ടി വെച്ചിട്ട് അതിലേക്ക് വെള്ളം വെച്ചൊരു ഇത് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇറക്കി വെച്ചെടുത്തിട്ട് ഒരു 35-40 മിനിറ്റ് ഒന്ന് നല്ലോണം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. 2 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അധികം ആരും അത് കണ്ടിട്ടില്ല. തുടക്കക്കാരി ആയതുകൊണ്ടായിരിക്കും ആരും കാണാത്തത്. ഇനി നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. എന്നിട്ട് ഒരു 35 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേമാതിരി ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക. അതിൽ ഒന്ന് ഒട്ടി പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പുഡിങ് ആയിട്ടുണ്ട്. കണ്ടില്ല എത്ര ഈസി ആയിട്ടാണ് നമുക്ക് കാരമൽ പുഡിങ് ഉണ്ടാക്കണം. ഏതറിയാത്തവർക്കും ഉണ്ടാക്കാം. ജസ്റ്റ് കണ്ടില്ലേ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. പുഡിങ് അല്ലേ, നല്ല തണുപ്പിച്ച് കഴിക്കാനല്ലേ നമുക്കിഷ്ടം. ഇതേപോലെ കട്ട് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും നല്ല സ്വീറ്റോട് കൂടിയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും വരുന്നത് വരേക്കും നല്ല വീഡിയോസ്